കേറ്റഡ് പരീക്ഷയുടെ സിലബസിൽ യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ള 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനെ പറ്റി പറയുന്നുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ വീഡിയോ. വിദ്യാഭ്യാസം എങ്ങനെ ആവണമെന്നുള്ള നിർദ്ദേശമാണ് ഈ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. അപ്പോൾ പില്ലർ എന്നുദ്ദേശിക്കുന്നത് സ്തംഭം അഥവാ തൂണാണ്. അറിയാമല്ലോ, എന്തൊരു വസ്തുവിനെ ആയാലും പിൻബലം നൽകുകയും പിന്താങ്ങുകയൊക്കെയാണ് തൂണുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് പിൻബലം നൽകുന്ന അല്ലെങ്കിൽ പിന്താങ്ങുന്ന 4 പില്ലറുകൾ അഥവാ തൂണുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗെദർ ആൻഡ് ലേണിംഗ് ടു ബി. എന്ന് വെച്ചാൽ അറിയാൻ വേണ്ടി പഠിക്കുന്നു, അല്ലെ അറിവ് നേടാൻ വേണ്ടി പഠിക്കുന്നു, ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു, ഒത്തൊരുമയോടെ ജീവിക്കാൻ പഠിക്കുന്നു, എങ്ങനെയായി തീരണമെന്ന് പഠിക്കുന്നു. മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും 21-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസം എങ്ങനെ ആവണമെന്ന തയ്യാറെടുപ്പിൻ്റെയും ഭാഗമായി യുനെസ്കോ 1993 ജാക്ക് ഡെലോർസിൻ്റെ അധ്യക്ഷതയിൽ വിദ്യാഭ്യാസ കമ്മീഷൻ സ്ഥാപിച്ചു. ലേണിംഗ് ദ ട്രഷർ വിത്തിൻ എന്ന പേരിൽ അവരുടെ നിഗമനങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതത്തിലുടനീളമുള്ള വിദ്യാഭ്യാസം എങ്ങനെയാവണമെന്ന നിർദ്ദേശങ്ങളുണ്ടായി. ഓരോ വ്യക്തിയുടെയും കഴിവുകളുടെ ആവിർഭാവത്തെ അനുകൂലിക്കുന്ന വിദ്യാഭ്യാസമാണത്. അതിൽ ലേണിംഗ് ടു ഡു, ടു നോ, ടു ബി ആൻഡ് ടു ലിവ് ടുഗെദർ എന്നീ 4 തൂണുകളിൽ പിന്താങ്ങിയിരിക്കുന്നു. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര കമ്മീഷൻ്റെ റിപ്പോർട്ടായ ലേണിംഗ് ദ ട്രഷർ വിത്തിൻ എന്നതിലാണ് ഈ 4 എഡ്യൂക്കേഷൻ്റെ പില്ലേഴ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ലേണിംഗ് ദ ട്രഷർ വിത്തിൻ, അതായത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകളെയെല്ലാം കണ്ടെത്തുകയും അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന തരത്തിലാവണം വിദ്യാഭ്യാസം എന്നുള്ളൊരു ആശയമാണ് അവരതിലൂടെ പങ്കുവെക്കുന്നത്. 21-ാം നൂറ്റാണ്ടിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ച ഈ റിപ്പോർട്ട് നൽകുന്നു. ജീവിതത്തിലുടനീളമുള്ള പഠന അവസരങ്ങൾ അത് പ്രയോജനപ്പെടുത്താനും ഒരാളുടെ അറിവ്, കഴിവുകൾ, മനോഭാവം എന്നിവ വിശാലമാക്കാനും മാറിക്കൊണ്ടിരിക്കുന്ന സങ്കീർണവും പരസ്പരാശ്രിതവുമായ ഈ ലോകത്ത് അതിനോട് പൊരുത്തപ്പെടാനും ഓരോ വ്യക്തിയും സജ്ജരായിരിക്കണമെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. നമുക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഈ തൂണുകളെക്കുറിച്ച് അഥവാ പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഓരോന്നായിട്ട് വിശദമായി നോക്കാം. ആദ്യത്തേതാണ് ലേണിംഗ് ടു നോ. ഒരാളുടെ ഏകാഗ്രത, ഓർമ്മിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവുകളൊക്കെ എങ്ങനെ വികസിപ്പിച്ചുകൊണ്ട് പഠിക്കാമെന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഇവിടെ അധ്യാപകരുടെ പങ്കെന്ന് പറയുന്നത് ഒരു ഫെസിലിറ്റേറ്ററുടെ, അല്ലെ ഒരു മോണിറ്റർ, ഒരു കാറ്റലിസ്റ്റ്, അതോ അല്ലെങ്കിൽ ഒരു ഇവാലുവേറ്റർ എന്നിങ്ങനെയൊക്കെയാണ്. ഓരോ വ്യക്തിയിലും ഏകാഗ്രത, ചിന്ത, ഓർമ്മ തുടങ്ങിയ കഴിവുകൾ വളർത്തുന്നതിനോടൊപ്പം അയാളിൽ അന്തർലീനമായിട്ടുള്ള കഴിവുകൾ വളർത്തുകയും വേണം. അതായത് മെമ്മറി അഥവാ ഓർമ്മശക്തി, റീസണിങ്, യുക്തിവാദം, ഇമാജിനേഷൻ, ഫിസിക്കൽ എബിലിറ്റീസ്, എസ്തെറ്റിക് സെൻസ് അഥവാ സൗന്ദര്യാത്മകത, ആപ്റ്റിറ്റ്യൂഡ് ടു കമ്മ്യൂണിക്കേറ്റ് അതായത് ആശയവിനിമയം നടത്താനുള്ള കഴിവ് എന്നിവയെല്ലാം തന്നെ വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ തന്നെ എങ്ങനെയാണ് ഏകാഗ്രത കൈവരിക്കേണ്ടതെന്നും അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഇവിടെ പരാമർശിക്കുന്നു. അതായത് വിവിധ തരത്തിലുള്ള പഠനാനുഭവങ്ങൾ കൂടെ, എന്ന് വെച്ചാൽ കളികളിൽ കൂടെ, വർക്ക് എക്സ്പീരിയൻസിൽ കൂടെ, സയൻസ് ആക്ടിവിറ്റികളിൽ കൂടിയെല്ലാം തന്നെ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഏകാഗ്രത കൂട്ടുക, അതുപോലെ തന്നെ ഓർമ്മശേഷി വർദ്ധിപ്പിക്കുക. കാരണം ഇതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ശരിക്കും കമ്പ്യൂട്ടറുകളെ പോലും മറികടക്കാനുള്ള കഴിവുകൾ മനുഷ്യൻ്റെ ഓർമ്മശക്തിക്കുണ്ടെന്നുള്ളതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കുട്ടികളെല്ലാം തന്നെ ആദ്യം മാതാപിതാക്കളിൽ നിന്നും പിന്നീട് അധ്യാപകരിൽ നിന്നും പഠിക്കുന്ന ഒരു കഴിവാണ് തിങ്കിങ് അഥവാ ചിന്തിക്കാനുള്ളൊരു ശേഷി. ഇതിൽ പ്രോബ്ലം സോൾവിങ് അഥവാ പ്രായോഗിക പ്രശ്ന പരിഹാരം എന്നത് വളരെ പ്രാധാന്യമേറിയ ഒരു ഘടകമാണ്. അതും ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ ഒരു തിങ്കിങ് എബിലിറ്റി. അപ്പോൾ ഇവിടെ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് റീസണിങ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ശരിക്കും എന്താണ് ഇൻഡക്റ്റീവ് റീസണിങ്, അല്ലെ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്?
അപ്പോൾ ഇൻഡക്റ്റീവ് എന്നാൽ ഒരു കൂട്ടം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരു പൊതുതത്വം രൂപപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഡിഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അംഗീകരിച്ചിട്ടുള്ളൊരു കുറേ സിദ്ധാന്തങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക കാര്യത്തെ സംബന്ധിച്ച് അനുമാനത്തിലെത്തുന്ന രീതിയാണ് ഡിഡക്റ്റീവ്. അതായത് ഡെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക, വലിയൊരു പൊതുതത്വത്തിൽ നിന്നും അല്ലെങ്കിൽ വലിയൊരു കാര്യത്തിൽ നിന്നും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലോട്ട് കൊണ്ടുവരിക. നേരെ മറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്നും വലുതിലോട്ട് എത്തിച്ചേരുക, ഒരു പൊതുതത്വത്തിലോട്ട് എത്തിച്ചേരുന്നതാണ് ഇൻഡക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് എല്ലാം ചേരുന്നതായിരിക്കണം, അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോബ്ലം സോൾവിങ്, ഒരു തിങ്കിങ് എബിലിറ്റി ഓരോ കുട്ടിയിലും വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കണം വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വൈവിധ്യമാർന്ന പാഠ്യപദ്ധതികളെ പറ്റി പറയുന്നുണ്ട്. ലൈബ്രറി പ്രവർത്തനങ്ങൾ, ലബോറട്ടറി പ്രവർത്തനങ്ങൾ, കളികൾ, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്നിവയ്ക്കെല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ അധ്യാപന രീതികളിൽ പ്രോബ്ലം സോൾവിങ്, ഇൻഡക്റ്റീവ്, ഡിഡക്റ്റീവ് റീസണിങ്, ലാബ് വർക്ക് എല്ലാം ഉൾപ്പെടുന്നുണ്ട്. രണ്ടാമത്തേതാണ് ലേണിംഗ് ടു ഡു അഥവാ ചെയ്യാൻ വേണ്ടി പഠിക്കുക. ക്രിയാത്മകമായും വിമർശനാത്മകമായും സമഗ്രമായും എങ്ങനെ ചിന്തിക്കണമെന്നും വിവരങ്ങൾ എങ്ങനെ ആഴത്തിൽ മനസ്സിലാക്കണമെന്നും എല്ലാം ഇവിടെ പ്രതിപാദിക്കുന്നു. എന്നുവെച്ചാൽ അറിവിനെ ക്രിയാത്മകമായും നൈപുണ്യത്തോടും വിവേകപൂർണമായും പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. ഒരു ജോലി നിർവഹിക്കുന്നതിന് ആവശ്യമായ പഠനം നിറവേറ്റണം. അതായത് വൈവിധ്യമാർന്ന സാഹചര്യങ്ങളെ നേരിടാനും ഒരുമിച്ച് പ്രവർത്തിക്കാനുമൊക്കെയുള്ള കഴിവുകൾ, അതിനാളുകളെ പ്രാപ്തരാക്കാനുള്ളൊരു കഴിവ് അല്ലെ ഒരു പ്രാപ്തി നേടുക എന്നെല്ലാം തന്നെ ഇവിടെ ഇതുകൊണ്ട് അല്ലെങ്കിൽ ലേണിംഗ് ടു ഡു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഭാവിയിൽ ആവശ്യമായ ജോലികൾ ചെയ്യാൻ ആളുകളെ സജ്ജമാക്കുന്നതിന് വിദ്യാഭ്യാസത്തെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഇവിടെ പറയുന്നു. എന്നുവെച്ചാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന കഴിവുകളെന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കാനുള്ളൊരു കഴിവ്, പ്രോബ്ലം സോൾവിങ്, അതുപോലെ തന്നെ ഒത്തൊരുമ, എല്ലാവരും ഒരു ടീം വർക്കിനെയാണ് ഈ ഒരു കാലഘട്ടം പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പം ഫലപ്രദമായിട്ടൊരു ആശയവിനിമയം നടത്തും, നമുക്ക് പറയാമല്ലോ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഈ ഒരു കാലഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെയാണ് ലേണിംഗ് ടു ഡു എന്നൊരു പില്ലർ ഇത്രയേറെ പ്രാധാന്യമുള്ളതാകുന്നത്. ഇനി വ്യക്തിഗത യോഗ്യതകളിൽ ഉൾപ്പെടുന്ന ജീവിത നൈപുണ്യങ്ങൾ ഏതാണെന്ന് നോക്കിയാൽ അതിൽ സോഷ്യൽ ബിഹേവിയർ വരുന്നുണ്ട്, സാമൂഹികമായിട്ടുള്ളൊരു പെരുമാറ്റം. പിന്നെ പേഴ്സണൽ ഇനീഷ്യേറ്റീവ്സ് വരുന്നുണ്ട്, വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക് എടുക്കാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി, അതുപോലെ അവരുടെ പേഴ്സണലായിട്ടുള്ള അവരുടെ ഇനീഷ്യേറ്റീവുകൾ. പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വരുന്നുണ്ട്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് വരുന്നുണ്ട്. പിന്നെ അഡാപ്റ്റബിലിറ്റി എന്ന് വെച്ചാൽ ഏതൊരു സാഹചര്യത്തോടും അഡാപ്റ്റ് ചെയ്യാൻ, അഡ്ജസ്റ്റ് ചെയ്യാൻ അവർ പഠിക്കുന്നു, പൊരുത്തപ്പെടാനുള്ളൊരു കഴിവ് വരുന്നു. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ലീഡർഷിപ്പ് സ്കിൽസ്. ഇതെല്ലാം തന്നെ ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഡെവലപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നേടാനുള്ള നൈപുണ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ്. അടുത്തതാണ് ലേണിംഗ് ടു ലിവ് ടുഗെദർ അല്ലെങ്കിൽ ഒത്തൊരുമയോടെ ജീവിക്കാൻ പഠിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഈ പറയുന്ന പില്ലറുകളിലെല്ലാം തീർച്ചയായിട്ടും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരിക്കും ഈ ലേണിംഗ് ടു ലിവ് ടുഗെദർ എന്ന്. കാരണം മനുഷ്യനെന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ ഒത്തൊരുമയോടെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഘടകം അല്ലെ ആ ഒരു പില്ലർ എന്ന് പറയുന്നത് വളരെയേറെ പ്രാധാന്യം നിറഞ്ഞ ഒന്നായിരിക്കും. എന്ന് വെച്ചാൽ ലോകത്തിൽ സമാധാനവും അതുപോലെ തന്നെ ഒരു ശാശ്വതമായിട്ടുള്ളൊരു സംസ്കാരം, അങ്ങനെ ഒരു കാര്യം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ലേണിംഗ് ടു ലിവ് ടുഗെദർ എന്ന് പറയുന്നത്. മറ്റുള്ളവരെക്കുറിച്ചും ചരിത്രം, പാരമ്പര്യം, ആത്മീയ മൂല്യം ഇതൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിലൂടെ പരസ്പരാശ്രയത്വത്തെ വിലമതിക്കുന്നതാവണം വിദ്യാഭ്യാസം എന്നിവിടെ പറയുന്നു. അതായത് പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവ് നേടുക, ചരിത്രത്തെക്കുറിച്ച് മറ്റുള്ളവരെക്കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക, ഒരു പരസ്പരാശ്രയത്വത്തിൻ്റെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കുന്നു. ലോകത്തെ ഒരു ആഗോള ഗ്രാമമെന്നൊരു കോൺസെപ്റ്റിൽ കണ്ടു നോക്കിയിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മൂല്യങ്ങളും ഗുണങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ അധ്യാപകരും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കണം, അല്ലെ അവരെ സഹായിക്കണം. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥികളിൽ സഹാനുഭൂതി വളർത്താൻ ഉതകുന്നതാവണം വിദ്യാഭ്യാസം എന്നുള്ളതാണ്. അത് അവരുടെ സാമൂഹിക പെരുമാറ്റത്തെ ആ ജീവിതത്തിലുടനീളം സ്വാധീനിക്കുന്നൊരു കാര്യമാണ്.
അതായത് പരസ്പരം മനസ്സിലാക്കുകയും അതുപോലെ തന്നെ സംഭാഷണത്തിലൂടെയും ചർച്ചയിലൂടെയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രധാന ഘടകങ്ങളാണ്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമല്ലേ, പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുക. അതുപോലെ തന്നെ നല്ല സംഭാഷണം, സംസാരിച്ചു കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അതുപോലെ നല്ല രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. അതുപോലെ പരസ്പരമുള്ള വ്യത്യാസങ്ങൾ, തീർച്ചയായിട്ടും ഓരോ മനുഷ്യരും മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തരാണ്. ആ വ്യത്യാസങ്ങളൊക്കെ അംഗീകരിക്കുക, മറ്റുള്ളവർക്ക് പറയാൻ എന്താണോ ഉള്ളത് അത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടാവുക. അപ്പോൾ പൊതുവായ താല്പര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പം ഈ കഴിവുകളെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിലൂടെ ഓരോ വ്യക്തിക്കും ലഭിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ലഭിക്കുന്നത് വഴി ഓരോ വിദ്യാർത്ഥിയും ഏറ്റവും മികച്ച രീതിയിൽ നല്ലതൊരു സമൂഹ ജീവിയായിട്ട് പുറത്തെത്താൻ സാധിക്കുന്നു. അങ്ങനെ ഈ ഒരു ലേണിംഗ് ടു ലിവ് ടുഗെദറിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥികളും വികസിപ്പിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അവർ പറയുന്നുണ്ട്. അതിലുള്ളതാണ് അഹിംസ, സഹകരണം, നിസ്വാർത്ഥമായിട്ടുള്ളൊരു മനോഭാവം, ഓരോ മൂല്യങ്ങളെ വികസിപ്പിച്ചുകൊണ്ട് വരിക, മാനുഷിക വൈവിധ്യങ്ങളെ അംഗീകരിക്കുക, അതുപോലെ തന്നെ എല്ലാ ആളുകളുടെയും സമാനതകളെയും പരസ്പര ആശ്രയത്തെക്കുറിച്ചുമുള്ളൊരു അവബോധം നേടുക. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. മൂല്യങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി, ഒത്തൊരുമയോടെ ജീവിക്കാൻ വേണ്ടി ലേണിംഗ് ടു ലിവ് ടുഗെദർ എന്ന പില്ലറിൽ ഇത്രയും മൂല്യങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇനിയുള്ളതാണ് നാലാമത്തേതാണ് ലേണിംഗ് ടു ബി, അതായത് എങ്ങനെയാകണമെന്ന് പഠിക്കുന്നു. അവിടെ നോക്കുമ്പം ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്ക്, അതായത് അയാളുടെ എല്ലാ മാനങ്ങളും വികസിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പം ശാരീരികമായിട്ടുള്ള, ബൗദ്ധികമായിട്ടുള്ള, വൈകാരികവും അതുപോലെ ധാർമ്മികമായിട്ടുള്ള എല്ലാ വികസനങ്ങളും ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. അതായത് ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. ഒരു വ്യക്തിയുടെ, ഒരു പേഴ്സണാലിറ്റിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയാം. അതെന്തിനാണെന്ന് ചോദിച്ചാൽ വ്യക്തി എന്ന നിലയിലും സമൂഹത്തിലെ അംഗം എന്ന നിലയിലും ഒരു മനുഷ്യൻ്റെ സമഗ്ര വികസനം അനിവാര്യമാണ്. ലേണിംഗ് ടു ബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു കുടുംബത്തിലെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ അംഗമായും ഉത്തരവാദിത്തമുള്ളൊരു പൗരനായും, ഒരു രാജ്യത്തെ അംഗം എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ളൊരു പൗരനായും ഒരു മനുഷ്യൻ്റെ സമഗ്ര വികസനമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ന് ഇവിടെ പറയുന്നു, ലേണിംഗ് ടു ബിയിൽ പറയുന്നു. സമഗ്ര വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ മാനങ്ങളിലും ഉള്ളൊരു വികസനമാണ്. അതായത് മനസ്സ്, ശരീരം, ബുദ്ധി, സംവേദനക്ഷമത, സൗന്ദര്യാത്മകത, ആത്മീയത തുടങ്ങിയ എല്ലാ മാനങ്ങളിലും സമ്പൂർണ്ണ വികസനത്തിന് ഒരു വ്യക്തിയെ സഹായിക്കുന്നതാണ് വിദ്യാഭ്യാസം. ഇപ്പോൾ വിമർശനാത്മകമായ ചിന്താഗതിയും അതുപോലെയുള്ള, അതായത് നമ്മൾ പറഞ്ഞല്ലോ, മുമ്പേ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും പറയുന്നത്. പ്രശ്നം പരിഹരിക്കുക, അതുപോലെ തന്നെ യുക്തിപൂർവമായി ചിന്തിക്കുക, തീരുമാനങ്ങൾ എടുക്കുക എന്നിവയെല്ലാം വികസിപ്പിക്കാൻ സജ്ജമാക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ അനിവാര്യതയാണ് ഈ ലേണിംഗ് ടു ബിയിൽ പറയുന്നത്. അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചാൽ അതിലൂടെ അവരുടെ ജീവിതത്തിലെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഓരോ വ്യക്തിക്കും സാധിക്കുന്നു. അപ്പം ഇതാണ് യുനെസ്കോ നിർദ്ദേശിച്ചിട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ 4 തൂണുകൾ അഥവാ 4 പില്ലേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ. ഏതൊക്കെയാണെന്ന് ഒന്നുകൂടി നോക്കാം. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗെദർ ആൻഡ് ലേണിംഗ് ടു ബി. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനകരമായി തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.